ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം നിങ്ങളുടെ അടുത്ത് ഞാനൊരു സന്തോഷ വാർത്ത പറയാനായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ അടുത്താണ് ഞാൻ ആദ്യം ഇത് പറയേണ്ടത്. ഞാൻ ലൈവിലൊക്കെ ഒരുപാട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാലും നിങ്ങളോട് ഒരു വീഡിയോ ആയിട്ട് ഇത് പറയണം, അതെൻ്റെ കടമ തന്നെയാണ്. കാരണം നിങ്ങൾ കാരണമാണ് എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുള്ളത്. കാര്യം ഇപ്പോൾ ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 4 വർഷത്തോളമായിട്ടുണ്ട് ഞാൻ ചാനൽ തുടങ്ങിയിട്ട്. ആ ഒരു സമയത്ത് എനിക്കറിയില്ലായിരുന്നു ലോങ് വീഡിയോസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആകൂ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ കൂടുതലും ഷോർട്സ് വീഡിയോസ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പെറ്റ് വീഡിയോസ്, അതേപോലെ തന്നെ നമ്മുടെ എന്തെങ്കിലും ഒരു ടോം ആൻഡ് ജെറി അതുപോലെയുള്ള വീഡിയോസൊക്കെ ആയിരുന്നു ഞാൻ ഷോർട്സ് ആയിട്ട് എടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം ഷോർട്ട് വീഡിയോയിലൂടെ എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിന് കിട്ടിയിട്ടുണ്ട്. ലോങ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുക എന്നത് വളരെ കുറച്ച് മാത്രമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നീട് എനിക്ക് മനസ്സിലായി വാച്ച് അവർ എന്ന് പറയുന്നൊരു സംഭവം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് എൻ്റെ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്തത്, അല്ലെങ്കിൽ എൻ്റെ മോണിറ്റൈസേഷൻ എങ്ങനെയാണ് ഞാൻ പൂർത്തിയാക്കിയത് എന്നുള്ള ഡീറ്റെയിൽസൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് ഒന്നും കണ്ടിട്ട് നിങ്ങൾ ഇട്ടിട്ട് പോകരുത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ തന്നെയാണ് ഇത്. ഞാൻ മോണിറ്റൈസേഷൻ എങ്ങനെയാണ് 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്തത് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഈ വീഡിയോയിലൂടെ തന്നെ മനസ്സിലാകും. അപ്പോൾ എനിക്കൊരുപാട് സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ഷോർട്ട് വീഡിയോയിലൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, അതായത് ഷോർട്ട് വീഡിയോയിലൂടെ നമുക്ക് കിട്ടുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ലോങ് വീഡിയോസ് കാണണമെന്നില്ല. കാരണം ഞാൻ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ വ്യൂസ് വളരെ കുറവാണ്. ഷോർട്ട് വീഡിയോയ്ക്ക് അത്യാവശ്യം 2K 3K 1 lakh ഒക്കെ വ്യൂസ് വരാറുണ്ട്. പക്ഷേ എൻ്റെ ഷോർട്ട് വീഡിയോയ്ക്ക് വരുന്ന വ്യൂസ് ലോങ് വീഡിയോയ്ക്ക് വരുന്നില്ല. കാരണം അവർക്ക് യൂട്യൂബ് ഈ ലോങ് വീഡിയോസ് റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം അവർക്ക് കൂടുതൽ ഷോർട്ട് വീഡിയോസ് കാണാനാണ് താല്പര്യമുള്ളത്. അപ്പോൾ അവർക്ക് കൂടുതൽ യൂട്യൂബ് എൻ്റെ ചാനലിൽ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഷോർട്ട് വീഡിയോസാണ്. അങ്ങനെ ഞാൻ കുറേ നാളിങ്ങനെ ലോങ് വീഡിയോസ് ഇട്ടിട്ട് എനിക്ക് ശരിക്കും വാച്ച് അവർ ഒന്നും കംപ്ലീറ്റ് ആവുന്നില്ല. അപ്പോൾ ഏകദേശം ഒരു 2-3 വർഷം എൻ്റെ വാച്ച് അവർ ഒന്നും കംപ്ലീറ്റ് ആകാതെ ഏകദേശം 400-300 ഒക്കെ ആയിട്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത് ലോങ് വീഡിയോയിലൂടെ. പിന്നെ ഈ ഇടയ്ക്ക് ഞാൻ ലൈവ് ചെയ്യാനായിട്ട് തുടങ്ങി. ലൈവ് സ്ട്രീം ചെയ്യാൻ വേണ്ടി തുടങ്ങിയതിന് ശേഷം എൻ്റെ വാച്ച് അവർ നല്ല രീതിയിൽ തന്നെ കൂടാനായിട്ട് തുടങ്ങി. അത്യാവശ്യം വ്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ, ലൈവിലൂടെ അത്യാവശ്യം വ്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ വാച്ച് അവർ കുറേശ്ശെ ആയിട്ട് കംപ്ലീറ്റ് ആവാൻ തുടങ്ങി. അതിലൂടെ തന്നെ എനിക്ക് 4000 വാച്ച് അവർ, ഈ 4000 വാച്ച് അവർ അല്ല, ആദ്യം ഞാൻ 3000 വാച്ച് അവർ ആയ സമയത്ത് ഞാൻ എന്താക്കി, ഹാഫ് മോണിറ്റൈസേഷൻ ആക്കി. ഈ 3000 വാച്ച് അവർ ഞാൻ ആക്കിയതിനൊരു പ്രത്യേകതയുണ്ട്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 1903 ഒക്കെ ആയ സമയത്ത് എനിക്ക് ശരിക്കും അടുത്തിട്ട് ലൈവിലും അത്യാവശ്യം വ്യൂ ഒന്നും വരുന്നുണ്ടായിരുന്നില്ല. 1-2 മണിക്കൂർ അങ്ങനെയാണ് കയറിക്കൊണ്ടിരുന്നത്. ആ ഒരു സമയത്ത് ഞാൻ എൻ്റെ ചാനൽ തന്നെ വേണ്ടെന്ന് വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തു. ആ ഒരു സമയത്ത് പിന്നീട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ചാനലിലെ വാച്ച് അവർ ഇങ്ങനെ എടുത്ത് നോക്കുമായിരുന്നുണ്ടോ. അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു, ഇനിയിപ്പോൾ ഫെബ്രുവരി മാസത്തിനുള്ളിൽ എൻ്റെ ചാനലിൽ 4000 വാച്ച് അവർ അല്ലെങ്കിൽ 3000 എങ്കിലും കംപ്ലീറ്റ് ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ചാനൽ വ്യൂസ് വാച്ച് അവർ വീണ്ടും കുറയും. അപ്പോൾ ഞാൻ എന്താക്കി, ഒരു കാര്യം ചെയ്ത് നോക്കാം, ലൈവ് ഒന്നും കൂടി ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ 2-3 ദിവസം ലൈവ് വീണ്ടും ഇട്ട് നോക്കി. പക്ഷേ വ്യൂ അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഏകദേശം ഒരു 20-30 അങ്ങനെയൊക്കെ ആയിരുന്നു ലൈവിൽ വ്യൂ വന്നുകൊണ്ടിരുന്നത്. ഏകദേശം ഒരു അരമണിക്കൂർ കൂടുതലൊക്കെ ഇടുമ്പോഴത്തേനും ഒരു 30 അല്ലെങ്കിൽ 40 അങ്ങനെയൊക്കെ ആയിരുന്നു എനിക്ക് വ്യൂ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, ഒരു വാശി പോലെയായി ഡെയിലി ഇടാൻ തുടങ്ങി. 20-30 വ്യൂ ആണെങ്കിലും ഇതങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോകാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനിതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി. പക്ഷേ കണ്ടിന്യൂ ചെയ്ത് പോയപ്പോൾ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം വ്യൂ വരാൻ തുടങ്ങി എൻ്റെ ലൈവിലേക്ക്. അങ്ങനെ ലൈവിലേക്ക് വ്യൂ വന്ന് എൻ്റെ 3000 വാച്ച് അവർ ഞാൻ ഈ ലൈവ് ഇടാൻ തുടങ്ങി. ഏകദേശം ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ ഞാൻ 3000 വാച്ച് അവർ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം എനിക്ക് ഈ മോണിറ്റൈസേഷൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഏകദേശം 2995 വാച്ച് അവർ ആയപ്പോൾ ഞാൻ സാബ് സ്റ്റോക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂട്യൂബ് ചാനലുണ്ട്, അതിലെ ഇക്കയെ വിളിച്ചിട്ട് എൻ്റെ ചാനൽ ഇതുപോലെ 2995 വാച്ച് അവർ ആയിട്ടുണ്ട്. അപ്പോൾ നാളെ, അതായത് ഇന്ന് ഞാൻ വിളിച്ചിട്ട് പറയാണ്, ഇക്ക നാളെ ആകുമ്പോൾ 3000 വാച്ച് അവർ കംപ്ലീറ്റ് ആകും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ ആ ഇക്ക എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ പുള്ളി ഐഡിയും പിന്നെ പാസ്വേഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. അതിനുശേഷം പിറ്റേന്ന് വാച്ച് ഓവർ 3000 കംപ്ലീറ്റ് ആയപ്പോൾ ഞാൻ ആ വിവരം വിളിച്ച് പറഞ്ഞു. അന്ന് തന്നെ എന്നല്ല, അതിൻ്റെ പിറ്റേ ദിവസം തന്നെ എൻ്റെ മോണിറ്റൈസേഷൻ യൂട്യൂബ്
യൂട്യൂബ് അത് അംഗീകരിച്ചു, എൻ്റെ മോണിറ്റൈസേഷൻ അംഗീകരിച്ചു. കാരണം ഞാനതിൽ മറ്റുള്ള വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ സ്വന്തം വീഡിയോസ് തന്നെയാണ് കൂടുതലും. ഞാൻ എൻ്റെ സ്വന്തം ഓൺ വോയിസിൽ തന്നെയാണ് എൻ്റെ ഷോർട്ട് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മ്യൂസിക്കൊക്കെ യൂട്യൂബിൽ നിന്ന് തന്നെ മ്യൂസിക്കൊക്കെ എടുക്കുന്നത് വളരെ കുറവായിരുന്നു. അങ്ങനെ എൻ്റെ 3000 വാച്ച് അവർ കംപ്ലീറ്റ് ആക്കി, ഞാൻ ഹാഫ് മോണിറ്റൈസേഷൻ ആക്കി. അതിനുശേഷം സൂപ്പർ ചാറ്റും കാര്യങ്ങളൊക്കെ ഓൺ ആക്കിയിട്ടു. പിന്നെ അതിനുശേഷം ഏകദേശം ഒരു 5 ദിവസം 5 ഡേയ്സിനുള്ളിൽ തന്നെ എൻ്റെ 4000 വാച്ച് അവറും ഞാൻ ലൈവിലൂടെ തന്നെ കംപ്ലീറ്റ് ആക്കി. ഏകദേശം 1000 മണിക്കൂർ എനിക്ക് ലൈവിലൂടെ തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എൻ്റെ 4000 മണിക്കൂറും ഞാൻ കംപ്ലീറ്റ് ആക്കി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഹാഫ് മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആകുമ്പോൾ ഫുൾ മോണി ആയിക്കോളും. നമ്മൾ പ്രത്യേകിച്ച് വീണ്ടും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ എനിക്ക് എൻ്റെ വാച്ച് അവറിൻ്റെ ആ ഒരു സംഭവം അവിടെ നിന്ന് അങ്ങ് പോയി, കാരണം കംപ്ലീറ്റ് ആക്കിയല്ലോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പാൻ കാർഡൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പാൻ കാർഡിനൊക്കെ ഈ 3000 വാച്ച് അവർ കംപ്ലീറ്റ് ആയപ്പോൾ ഞാൻ അത് അപ്ലൈ ചെയ്തപ്പോൾ തന്നെ എൻ്റെ അടുത്ത് ഇക്ക പറഞ്ഞു പാൻ കാർഡിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഇക്ക പറഞ്ഞതനുസരിച്ചിട്ട് ഞാൻ പാൻ കാർഡിനൊക്കെ അപ്ലൈ ചെയ്തു. അവസാനം എൻ്റെ പാൻ കാർഡ് എനിക്ക് കിട്ടി. പാൻ കാർഡ് കിട്ടിയതിൻ്റെ പിറ്റേ ദിവസമാണ് എനിക്ക് എൻ്റെ ചാനൽ ഫുൾ മോണി ആയത്. അപ്പോൾ ഇനി അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. കാരണം നമ്മുടെ ചാനലിൽ $10 ആയി കഴിയുമ്പോൾ കുറച്ച് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് എന്നാണ് ഇക്ക പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ $10 ആവാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് ഞാൻ. അപ്പോൾ റവന്യൂ ഒക്കെ കയറി തുടങ്ങിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കയറി തുടങ്ങി. നമുക്ക് ലൈവിലൂടെ സൂപ്പർ ചാറ്റും കാര്യങ്ങളൊക്കെ കിട്ടി. അങ്ങനെ കുറേശ്ശെയായിട്ട് കയറി തുടങ്ങിയിട്ടുണ്ട് ഡോളർ. അപ്പോൾ ഇനി അത് $10 ആയി കഴിയുമ്പോൾ അത് ഏകദേശം ഒരു 2-3 ദിവസത്തിനുള്ളിൽ ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. $10 ആയി കഴിയുമ്പോഴത്തേനും അതിൻ്റെ ബാക്കി കാര്യങ്ങളും ഒക്കെ ചെയ്യാനായിട്ടുള്ള വെയിറ്റിങ്ങിലാണ് ഞാൻ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഞാൻ ഈ കാര്യം പറയുന്നത് നിങ്ങൾ കാരണമാണ്. എൻ്റെ ലൈവിൽ വരുന്ന വ്യൂസ്, നിങ്ങളുടെ സപ്പോർട്ട് ഒക്കെ കാരണമാണ് എനിക്ക് ഈ ഒരു ഇങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടിയത്. ചാനൽ മോണിറ്റൈസേഷൻ ആകുമെന്ന് പോലും ഞാൻ വിചാരിച്ചിട്ടല്ല ഇത് തുടങ്ങിയത്. ഇപ്പോൾ എൻ്റെ ചാനലിൽ ഏകദേശം ഒരു 20,000-ൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഞാൻ ഈ ലൈവ്, അതായത് ഏകദേശം ഒരു 2 ആഴ്ച മുന്നേ എൻ്റെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് 18,000 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. 18.3K സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. ലൈവ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടി. ഏകദേശം ഒരു 20,900 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഇന്ന് എൻ്റെ ചാനലിലുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ പെട്ടെന്ന് ഗ്രോ ആവാനും ലൈവ് വളരെയധികം നല്ലൊരു സൂപ്പറായിട്ടുള്ളൊരു ഐഡിയ തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ചാനലുമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മടിയൊന്നും വിചാരിക്കാതെ ബാഡ് കമൻറ്റ്സ് ഒരുപാട് വരും ലൈവിൽ, അതൊന്നും മൈൻഡ് ചെയ്യാതെ നല്ല രീതിയിൽ തന്നെ ലൈവൊക്കെ ആയിട്ട് എപ്പോഴും ഇരിക്കുക. ഡെയിലി ഒരു ലൈവ് ചെയ്താൽ മതി. ഏകദേശം 1 മണിക്കൂറൊക്കെ വ്യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ആയിട്ട് ഇരിക്കുക, ഏകദേശം 1 മണിക്കൂറെങ്കിലും. പിന്നെന്താ വീഡിയോസ് ലോങ് വീഡിയോസ് നമ്മൾ ഡെയിലി ഓരോന്ന് അപ്ലോഡ് ചെയ്യേണ്ടെന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങൾക്ക് അങ്ങനെ ലൈവും ചെയ്തിട്ട് ഷോർട്ടും ചെയ്തിട്ട് ലോങ് വീഡിയോസും ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഷോർട്ട് വീഡിയോസ് ഡെയിലി ഒരെണ്ണമെങ്കിലും ഇടാനായിട്ട് ശ്രമിക്കുക. കാരണം സബ്സ്ക്രൈബേഴ്സിന് കൂട്ടാൻ ഷോർട്ട് വീഡിയോസും വളരെ നല്ലൊരു വളരെ നല്ല ആയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഷോർട്ട് വീഡിയോസ് എന്ന് പറയുന്നത്. അപ്പോൾ അതും നിങ്ങൾ മുമ്പോട്ട് തന്നെ കൊണ്ടുപോകുക. പിന്നെ ഞാൻ കൂടുതലും ചലഞ്ച് വീഡിയോസായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലൂടെ എനിക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ലൈവിലൂടെയാണ് എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ എന്തായാലും ആയത്. അപ്പം നമ്മൾ ലൈവ് ചെയ്താണ് നമ്മുടെ ചാനൽ കൂടുതലും മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വാച്ച് ഓവർ നമുക്ക് കൂടുതലും ലൈവിലൂടെയാണ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് റവന്യൂ ഒക്കെ കിട്ടാനായിട്ട് കൂടുതലും ലൈവായിട്ട് തന്നെ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വീഡിയോസ് ഇടണ്ടെന്നല്ല, വീഡിയോസും ഇടുക. പക്ഷേ നമ്മുടെ മോണിറ്റൈസേഷൻ നമുക്ക് ലൈവിലൂടെയാണ് കിട്ടിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈവ് ഇടാനായിട്ട് ശ്രമിക്കുക. പുതിയ ആളുകൾ വരും, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വരും, നമുക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് കൂടും. പിന്നെ സൂപ്പർ ചാറ്റ് വഴിയിട്ട് നമുക്ക് നമ്മുടെ ഡോളർ കൂടും. പിന്നെ അതുപോലെ തന്നെ ലൈവിലും നമുക്ക് പരസ്യമൊക്കെ വരും. അപ്പോൾ നമുക്ക് അതിലൂടെയും റവന്യൂ ഒക്കെ കൂടും. കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കിട്ടും. അതും ഒരു ഇത് തന്നെയാണ്. സബ്സ്ക്രൈബേഴ്സ് കിട്ടുമ്പോൾ പിന്നീട് നമ്മൾ ലൈവ് ഇടുമ്പോൾ ആ സബ്സ്ക്രൈബേഴ്സിലേക്ക് നമ്മുടെ ലൈവ് യൂട്യൂബ് നോട്ടിഫിക്കേഷൻ കൊടുക്കും. അപ്പോൾ എല്ലാവരും മടുപ്പൊന്നും വിചാരിക്കാതെ നിങ്ങളുടെ ചാനലുമായിട്ട് മുന്നോട്ട് പോകുക. പിന്നെ 1000 വ്യൂസിന് എത്ര ക്യാഷ് കിട്ടും എന്നുള്ളത് ഒരുപാട് പേരുടെ സംശയമാണ്. അപ്പോൾ അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. നല്ല പാടാണ്. നമ്മൾ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്നതാണ് ഏറ്റവും വലിയ പാട് എന്ന് വിചാരിക്കരുത്. കാരണം മോണിറ്റൈസേഷൻ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഡോളർ കയറി തുടങ്ങാനാണ് ഏറ്റവും പ്രയാസമുള്ള കാര്യം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിക്ക് കഷ്ടപ്പെടണം. ഏകദേശം നമ്മളെപ്പോലുള്ള സാധാരണക്കാരാണെന്നുണ്ടെങ്കിൽ, വലിയ സെലിബ്രിറ്റീസ് ഒന്നും അല്ലാത്ത സാധാരണക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 മാസമൊക്കെ പിടിക്കും. മോണിറ്റൈസേഷൻ കഴിഞ്ഞ് ഒരു 2-3 മാസമൊക്കെ പിടിക്കും നമുക്കൊരു $100 നമ്മുടെ
അയേൺ എന്നുള്ള ആ ഭാഗത്ത് കയറി കിട്ടാനായിട്ട്. പക്ഷേ അതൊരു കാത്തിരിപ്പ് എന്ന് പറയുന്നത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ ഞാനും കാത്തിരിക്കുകയാണ് $100 എന്ന് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ള ഒരു കാത്തിരിപ്പ് തന്നെയാണ് ഇപ്പോൾ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യുക. ഞാനും നിങ്ങളെല്ലാവരും തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. എൻ്റെ ചാനലിൽ വന്നിട്ട് ചാനലുണ്ട് എന്നുള്ളവരാണെങ്കിൽ ഞാൻ തിരിച്ചും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.